എല്ലാവർക്കും ഒരു നല്ല ദിവസമാവട്ടെ ഇന്ന്. ഞാൻ ഇന്ന് രാവിലെ തന്നെ അടുക്കള കയറിയത് ദോശയും അതിനുള്ള കറിയും ആയിക്കഴിഞ്ഞാൽ മുറ്റത്തിറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ദോശ ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മോൻ എൻ്റെ അടുത്ത് കൂടെ നടപ്പുണ്ട് രാവിലെ തന്നെ ബുക്കും എടുത്തിട്ട്. അപ്പോൾ നല്ലൊരു തെളിച്ചമൊക്കെ കാണുന്നുണ്ട്, മക്കൾ പഠിക്കുന്നുണ്ട്. ഞാൻ മുറ്റത്തിറങ്ങി. അപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ അവരെൻ്റെ പുറകെ എത്തും, വേറെ കാര്യം. അപ്പോൾ ഞാൻ കാട് പറിച്ചൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ അവർ പഠിത്തവും കഴിഞ്ഞ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവർക്ക് 10 മണിക്കേ ബസ് വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ രാവിലെ സമയം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് പറിച്ചെടുക്കാൻ ചൊറിയുന്നൊരു കാടുണ്ട്, അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. തട്ടിയ ചൊറിഞ്ഞ് പണിയാവും അല്ലേ. അപ്പം നിങ്ങളുടെ ക്ലിനിക്കൊക്കെ എവിടം വരെയായി പറയണേ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുരങ്ങും പന്നിയും മയിലും എല്ലാം ഉണ്ടെന്ന്. ഞാൻ കുരങ്ങിനെയും മയിലിനെയും കാണിച്ചു തന്നു, പക്ഷെ പന്നീനെ കാണിക്കാൻ പറ്റില്ലല്ലോ, രാത്രിക്കല്ലേ വരൂ, നമ്മളെ കാണുക വരത്തില്ലല്ലോ. പിന്നെ നമ്മൾ കഴിഞ്ഞ റബ്ബർ വെട്ട് സീസൺ സമയത്തെല്ലാം എല്ലാവരും പേടിപ്പിച്ച ഒരാളായിരുന്നു പുലി. അവനെയും കിട്ടി കേട്ടോ. കഴിഞ്ഞ ദിവസം വാർത്താ ചാനലിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ വിശേഷങ്ങളൊക്കെ. ഏതായാലും ഞാനിത് വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് ചത്തുപോയിടൂ. സാരമില്ല, അതിന് എന്തോ ആന്തരിക അവയവങ്ങൾക്കെല്ലാം പരിക്ക് പറ്റിയെന്നാണ് പറയുന്നത്. പന്നിക്കണിയിലാണ് പെട്ടത്. പന്നി ശല്യമുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും കെണി വെച്ചതായിരിക്കാം. എന്നാണേലും ചത്തുപോയി. നബിക്കുട്ടൻ എന്തേയില്ലേ കൂടെ നടപ്പുണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നതാണ്. അവൻ എന്നെ സഹായിക്കാൻ വേണ്ടി നടക്കുക. അവൻ പറയുന്നുണ്ട് അമ്മ അടിച്ചു വാരി കൂട്ടിക്കോ, ഞാൻ കോരിക്കൊണ്ട് കളയാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ജിമ്മിക്കൂട്ടൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ വേണ്ടി കളിക്കുക. ഇവനെ ഞാനങ്ങനെ പുറത്ത് വിടാറില്ല, കാരണം ഇവൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെല്ലാം നല്ല ഉപദ്രവകാരികളായിരുന്നു. പക്ഷെ ഇവനൊരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അടിയും വാരമൊക്കെ ഏകദേശം കുറച്ച് ആയി. അപ്പോൾ നിങ്ങളുടെ ഓണവിശേഷമൊക്കെ പറയും. എല്ലാവർക്കും ഓണമൊക്കെ എവിടം വരെയായി? ഓണം ക്ലീനിങ് ഒക്കെ തുടങ്ങിയോ അതോ കഴിഞ്ഞോ? എല്ലാം പറയണേ.